നമ്മളിന്ന് ഹെഡ് ജോഗിൻ്റെ ഒരു എങ്ങനെ കുളിപ്പിക്കുക എന്നുള്ളതാണ്. ഇതൊരു പെയ്ഡായിട്ടുള്ള ഫീമെയിൽ ഹെഡ് ജോഗാണ് നമ്മളിവിടെ അഡൽട്ട് യൂസ് ചെയ്തിരിക്കുന്നതാണ്. അപ്പം അത് എങ്ങനെ വാഷ് ചെയ്യുക എന്നുള്ളവരൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം അതിൻ്റെ ജസ്റ്റ് ഒരു അപ്ഡേറ്റാണ് നമ്മളിതിൽ ചെയ്യുന്നത്. അപ്പം ഇത് വെള്ളം നമ്മൾ ഡയറക്റ്റ് വെക്കാണ്ട് കുറച്ചൊന്ന് ആദ്യം സോക്ക് ചെയ്യുക. ചെറിയ രീതിയിൽ വെള്ളം ദേഹത്തിട്ട് വീണം, കാരണം പെട്ടെന്ന് വെള്ളം വീണവർ പേടിച്ച് വീണ്ടും ചുരുണ്ട് കൂടാനുള്ളത്. അപ്പോൾ നമുക്ക് പിന്നെ ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ പ്രത്യേകിച്ച് അവരുടെ മൂക്കിൽ അധികം വായിലായിട്ടൊന്നും വെള്ളം പോകാണ്ട് തന്നെ നമ്മൾ സൂക്ഷിക്കുക. അപ്പോൾ കുറച്ച് ലെവലിൽ വെള്ളം ഓപ്പൺ ചെയ്ത് ആദ്യം ഒന്ന് ഫുള്ള് സോക്ക് ചെയ്യുക, ബോഡി ഫുള്ള് സോക്ക് ചെയ്യുക. അപ്പോഴേക്കും അതിനകത്ത് ഹസ്കിൽ പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കുകൾ ക്ലീൻ ചെയ്യാന്നുള്ളത്. ഇതൊരു പൈഡ് കളറായതുകൊണ്ട് നമുക്കത് കളറായിട്ട് തോന്നാം, എന്നാലും ചെറിയ രീതിയിൽ ഈ ചെറിയ മുള്ളിൻ്റെ എൻഡിലൊക്കെ നമുക്ക് ബ്ലാക്ക് കളർ കാണാം. ഇനി ഇവരൊരു റോഡൻ കാറ്റഗറി ആയതുകൊണ്ട് എപ്പോഴും നിലത്ത് ഇഴഞ്ഞും അങ്ങനെ പോകണമായതുകൊണ്ട് വേഗം അഴുക്കാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരുവിധം ഒരു വെയിലൊക്കെ ഉള്ള ഒരു ദിവസം നോക്കി വാഷ് ചെയ്യിപ്പിക്കണതാണ് നല്ലത്. ഇപ്പം ഒരു ബ്രഷ്, ഇതേപോലെ ഒരു ബ്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒരു ഷാമ്പൂ അധികം യൂസ് ചെയ്യരുത്, കാരണം ഇവർക്ക് എന്തെങ്കിലും അലർജിറ്റിക് ആണെങ്കിൽ അതും പ്രശ്നം വരും. അപ്പോൾ ചെറിയ രീതിയിൽ ജസ്റ്റ് അഴുക്ക് പോകാനുള്ള അത്രയും ഒന്ന് ബ്രഷിൽ ചെറിയൊരു ഷാമ്പൂ ലോഷൻ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ വാഷ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ചെയ്യുക. അപ്പം എത്ര നാൾ കൂടുമ്പം ഇത് വാഷ് ചെയ്യണമെന്നുള്ള അങ്ങനെ ഒരു ഫിക്സഡ് ഇല്ല, കാരണം ഇവർ ഓൾറെഡി വെള്ളത്തിട്ട് നന്നായിട്ട് നീന്തുന്ന ആൾക്കാരാണ്. ജന്മന അവർക്ക് നീന്താനുള്ള കഴിവും വെള്ളത്തിൽ സർവൈവ് ചെയ്യാനുള്ളതുമുണ്ട്. അപ്പം വെള്ളത്തിൽ പോയി കഴിഞ്ഞാലും ഇവർ സർവൈവ് ചെയ്ത് വരുന്ന ടൈപ്പാണ്. അപ്പം ദേഹത്ത് അഴുക്കാവുമ്പോൾ മന്ത്ലി വൺസോ അല്ലെ 2 മാസം കൂടുമ്പോഴൊക്കെ ഇതേപോലെ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. വാഷ് ചെയ്ത് ഇതേപോലെ ഫുള്ളി നല്ല രീതിയിൽ ബ്രഷ് ചെയ്ത് തന്നെ വരിക. അപ്പോൾ ഇത് നമ്മളിവിടെ നിർത്തിയിരുന്ന ഒരു ബ്രീഡിങ് മെയിലും ഫീമെയിലും ഉണ്ടായിരുന്നു. മെയിലിപ്പോൾ ഒരു നമ്മളിൽ നിന്ന് നേരത്തെ മേടിച്ചൊരാൾ മെയിൽ അവിടെ പോയപ്പം പിന്നെ നമ്മുടെ മെയിലിനെ കൊടുത്തു. ഇപ്പോൾ ഇതിപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ മെയിൽ നമുക്ക് വേറൊരു ലൈനിൽ നിന്ന് തന്നെ എടുക്കണം. ഇവളുടെ ബ്രീഡിങ് കഴിയുമ്പോൾ ഇതിന് പറ്റിയൊരു മെയിലിനെ നമ്മൾ ഇനി കണ്ടുപിടിക്കണം. അത് ഫുള്ളൊന്ന് വാഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ കഴുകാൻ നേരത്ത് നമുക്ക് മേൽഭാഗം മാത്രമേ വാഷ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അടിഭാഗം കഴുകണമെന്നുണ്ടെങ്കിൽ അവർ ഫുള്ളി ടൈംഡ് ആണെങ്കിൽ നടക്കുള്ളൂ. നമുക്ക് ഈ മുള്ള് ഇതേപോലെ കിട്ടും, വാഷ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒഴിഞ്ഞു പോകുന്ന മുള്ളുകൾ കിട്ടും. ഇതാണ് ഇതിൻ്റെ ശരിക്കും ഹസ്ക് എന്ന് പറയുന്ന ടൈപ്പ്. എത്രയും ഉണ്ടാവുള്ളൂ. ഇതിങ്ങനെ ചുരുട്ടാൻ നേരത്ത് നമ്മുടെ ദേഹത്തായിട്ട് കുത്തി കയറും. നമ്മൾ നേരെ കയറി പിടിച്ച് കഴിഞ്ഞാലൊക്കെ കയ്യിലായിട്ട് കുത്തി കയറും. അതിൽ ഫുള്ള് അടിഭാഗത്ത് എന്തായാലും ബ്രഷ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ വെള്ളത്തിലായിട്ട് ഇറക്കി വെച്ചാണ് അടിഭാഗത്ത് ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ മേള് നല്ല രീതിയിൽ വാഷ് ചെയ്യുക, കാരണം അഴുക്ക് ഈ ബ്ലാക്ക് കളർ പോകാൻ, ഇത് പൈഡ് കളർ ആയതുകൊണ്ട് കണ്ട് അഴുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഈ ഏറ്റവും ഹെഡിൽ, ഈ ഹോൺ ഹെഡിലൊക്കെ ചെറിയ രീതിയിൽ അഴുക്കിരിപ്പുണ്ടാവും. നമുക്ക് ആളുടെ അടിഭാഗത്ത് അഴുക്കുണ്ടോയെന്ന് നോക്കാം. എന്നാലും വലിയ രീതിയില്ല, എന്നാൽ ചെറിയ അഴുക്കുണ്ട്. എന്നാലും അടിഭാഗം കൂടി ക്ലീൻ ചെയ്യണമെങ്കിൽ കാണിച്ചു തരാം. അടിഭാഗം ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഈ ബക്കറ്റിലെടുത്തിട്ട് മുങ്ങി പോകാത്ത രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ, അപ്പോൾ അതൊന്ന് കുതിർന്ന് കഴിയുമ്പോൾ ആൾ ഈ അഴുക്ക് കണ്ടോ, ഇപ്പോൾ ചെറിയ ചെറിയ ബ്ലാക്ക് ഡോട്ടുകളുണ്ടോ, അപ്പം അതാണ് ഇനി അടിയിലുള്ളത്. അപ്പോൾ കുറച്ച് വെള്ളം നിറച്ചിട്ട് ആ വെള്ളത്തിലോട്ട് ഇറക്കി വെക്കുക. അതിന് മുങ്ങിപ്പോണ രീതിയിലല്ല, അല്ലാത്ത രീതിയിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അപ്പോൾ ഒന്ന് കുതിരാൻ വേണ്ടി കുറച്ച് നേരം വെക്കുക. പിന്നെ മേല് തന്നെ കഴുകി കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. നമ്മൾ അത് കുതിർന്ന് കഴിഞ്ഞാൽ തന്നെ അത് മാറും. കുറച്ച് അടിഭാഗം ഒന്ന് റെഡിയാവാൻ വേണ്ടിയാണ്. അപ്പം അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആളെ ഫുള്ളി ഒന്ന് വാഷ് ചെയ്തെടുക്കാം. 100% നമുക്ക് ഫുൾ ക്ലീനാക്കാൻ പറ്റില്ല. പിന്നെ ആളൊരു പൈഡ് കളറാണ്. പൈഡ് കളറായതുകൊണ്ട് തന്നെ ആ ഒരു ഷെയ്ഡ് കണ്ട, ഫുൾ ആൽബിനോ അല്ല, അല്ലാണ്ട് ഒരു ഷെയ്ഡുണ്ട്. ജസ്റ്റ് മൊത്തത്തിലൊന്ന് വാഷ് ചെയ്ത് ഇനിയാണ് നമുക്കൊന്ന് ജസ്റ്റ് ഡ്രൈ ആവാൻ കീപ്പ് ചെയ്യേണ്ടത്. അപ്പം ഡ്രൈ ആവാൻ വീണ്ടും കൂട്ടിലോട്ട് തന്നെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അപ്പം ഡ്രൈ ആവാൻ ചൂസ് ചെയ്യുമ്പോൾ ഒന്നല്ല നെറ്റിൻ്റെ പുറത്തോ അല്ലെങ്കിൽ കുറച്ചും കൂടി എയർ പാസേജ് ഉള്ള സ്ഥലത്തിട്ടായിരിക്കും നല്ലത്. അപ്പോൾ ഇതേപോലെ നെറ്റിൻ്റെ മേളിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എയർ കയറി ഇറങ്ങി അത് വേഗം ഡ്രൈ ആവും. അപ്പോൾ